വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രുചിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി, കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. കശുവണ്ടിയുടെ കളറൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് മാറി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതും ഞാനിവിടെ ഒരു പിടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അതും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടിയുടെ കളറും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് നെയ്യിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് 1/4 കപ്പ് സേമിയാണ്. ഞാനിവിടെ അരിയുടെ സേമിയാണ് എടുത്തിരിക്കുന്നത്. അത് വറക്കാത്ത സേമിയാണ്. അതുകൊണ്ട് ഈ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. വേറെ എക്സ്ട്രാ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ നെയ്യിൽ തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് നേരം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ വറക്കാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 കപ്പ് 2 പാലാണ്. ഞാൻ 2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അതിൻ്റെ 1 പാലെടുത്തു. അതിനുശേഷം വീണ്ടും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2 പാൽ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഏകദേശം 3 കപ്പോളം 2 പാലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സേമിയ ഈ ഒരു 2 പാലിലാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സേമിയ നല്ല പോലെ തന്നെ വെന്ത് വന്നോളും. നമ്മൾ നല്ലപോലെ നെയ്യിൽ മൂപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് വെന്ത് വരാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ദാ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. സേമിയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുത്തതാണ്. ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി, നൂൽപ്പരുവൊന്നുമില്ല. അതിനുശേഷം ഈ ഒരു ശർക്കര പാനി അരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ഈ ഒരു 1 കപ്പ് ശർക്കര പൊടിച്ചതെന്ന് പറയുമ്പോൾ ഒരു മീഡിയം മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പായസത്തിന് നിങ്ങൾക്ക് എത്രയാണോ കട്ടി ആവശ്യമായിട്ടുള്ളത് ആ ഒരു പാകത്തിന് മാത്രം കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു പാകത്തിന് കുറുകി വരുന്നത് വരെയാണ് ഞാനിവിടെ കുക്ക് ചെയ്തിരിക്കുന്നത്. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 1 പാലാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു തിള വരാൻ വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ദാ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മൂപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ പായസം ഇവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറി വന്നതിന് ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയമാകുമ്പോഴാണ് ഇത് പാകത്തിന് റെഡിയായി കിട്ടുക. ഇപ്പോൾ കണ്ടില്ലേ, അത് നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പായസം ഈ ഒരു പാകത്തിനാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ സ്പൂണിനെ കൊണ്ടൊക്കെ കോരി കഴിക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു പാകത്തിനാണ് ഉള്ളത്.
അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപയോഗിച്ചുള്ള ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വളരെ ചുരുങ്ങിയ ചേരുവ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ പാലാണ് ഉപയോഗിക്കാറ്. ഇത് അതിന് പകരം തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു പായസം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.